എല്ലാവർക്കും വീണ്ടും സെൻ വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കാണാൻ പോകുന്നത്. ജിദ്ദയിലെ ബലദിലുള്ള മഹ്മൽ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ കയറിയിട്ടുള്ളത്. അവിടെ എൻട്രൻസ് കയറിയ ഉടനെ തന്നെ സെയിന് ആകെ ഹാങ് ഓവറിലാണ്. അവിടെ വെള്ളച്ചാട്ടവും വെള്ളമൊക്കെ ഉണ്ട്. അത് കണ്ട ആൾ ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കുകയാണ്. സെയിനെ പ്രസവിച്ച് 1 വയസ്സ് ആയപ്പോഴാണ് ലെവി വന്ന് പിടിച്ച് നിൽക്കാൻ പറ്റാതെ ഞങ്ങൾ ഇവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോയത്. പിന്നെ ഇപ്പോൾ ജസ്റ്റ് വിസിറ്റിങ്ങിന് വന്നതാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ ഭാഗങ്ങളും കാര്യങ്ങളൊന്നും അവനറിയില്ല. അവൻ്റെ സൗണ്ട് കേട്ടിട്ട് ചുറ്റുമുള്ള ആളുകളൊക്കെ കൂടി നോക്കുന്നുണ്ട്. സെക്യൂരിറ്റി വന്നിട്ട് ഞങ്ങൾക്കൊരു വാർണിംഗൊക്കെ തന്ന് വെള്ളത്തിൽ വീഴാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അവൻ്റെ ഒച്ചയും ബഹളം കേട്ടിട്ട് ചിലർ നോക്കി നിന്ന് ചിരിക്കുന്നുണ്ട്. അവൻ ആദ്യമായിട്ട് കാണാമെന്ന് അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതിനിടയിൽ ആളെന്തൊക്കെയോ വിളിച്ച് പറയുന്നുമുണ്ട്. അവന് അവിടുന്ന് പോരാൻ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും കുറച്ച് ഷോപ്പിംഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് നടന്ന് അതിൻ്റെ ഉള്ളിലുള്ള കടകളിലൊക്കെ ജസ്റ്റ് കയറി. ഒരു ഫാൻസി കടയിൽ കയറണമെന്നുണ്ടായി. അങ്ങനെ വലിയൊരു കട കണ്ട് അതിനുള്ളിൽ കയറി. നല്ല ബ്രേസ്ലെറ്റുകളും നെക്ലേസ്, കമ്മൽ, മോതിരം ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല സെലക്ഷനാണ്, നല്ല വിലയും ഉണ്ട്. 100 റിയാലൊക്കെ ആണ് ഈ കൈവാച്ചിനൊക്കെ ഉള്ളത്. അപ്പോൾ കൂടുതൽ പർച്ചേസിങ് ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ ചെറിയ ഒരു മോതിരം പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന്. നല്ല കോസ്റ്റ്ലിയാണ് സാധനങ്ങളൊക്കെ, കളറൊന്നും പോവില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിന് വിലയിരുത്താൻ പറ്റുള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ പിന്നെ മോതിരമൊക്കെ എടുത്ത് വീണ്ടും തൊട്ടടുത്ത ഒരു കടയിൽ കയറി. അവിടെ നിന്ന് 2 ബാഗ് പർച്ചേസ് ചെയ്തു. നല്ല ലെതറിൻ്റെ ബാഗാണ് ഇത്. ഇതിന് ഉള്ളിലൊരു സിബ്ബേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും എനിക്ക് നല്ല ഇഷ്ടമായി. 40 റിയാൽ കൊടുത്ത് വാങ്ങിച്ചു. പിന്നെ ഇത് ഓഫർ ഉള്ള ഒരു ബാഗാണ്, 25 റിയാലേ ഉള്ളൂ. നല്ല കളറ് കണ്ട് വാങ്ങിച്ചതാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. അതിൻ്റെ കൂടെ തന്നെ ബാഗിൽ തൂക്കിയിടുന്ന ഒരു കുഞ്ഞു കീ ചെയിനും വാങ്ങി അതിൽ തൂക്കി. അങ്ങനെ ഇതൊക്കെ വാങ്ങി ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഈ ഒരു ഉണ്ടക്കണിയെ ഞങ്ങൾ കണ്ടുമുട്ടിയത്. വളരെ സൗന്ദര്യമുള്ള ഈ കണ്ണുകൾ വെച്ച് അവൾ എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ജീവൻ തുടിക്കുന്ന ഈ കണ്ണുകൾ കണ്ടപ്പോൾ എനിക്കതിനവിടെ ഉപേക്ഷിച്ച് പോരാൻ കഴിഞ്ഞില്ല. ഞാൻ അതിനെ കാശ് കൊടുത്ത് വാങ്ങിച്ചു, എൻ്റെ കൂടെ കൂട്ടി. നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾക്ക്. അങ്ങനെ ഞാനതിനെ വാങ്ങിക്കൊണ്ടുവന്നു. ഇപ്പോൾ മക്കളതിന് ദിയാന എന്ന് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. സുന്ദരിയാണ് അവൾ. ഇപ്പോൾ 2ാമത്തെ മകൾക്ക് ഇവളായാൽ മതി, എല്ലാ കാര്യങ്ങളും അവൾ നോക്കിക്കോളും. അങ്ങനെ ബൊമ്മക്കുട്ടി എല്ലാവരുടെയും ഹൃദയത്തിലൊരു സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. നല്ല സുന്ദരിയായ ഒരു ബൊമ്മക്കുട്ടിയാണ്. അങ്ങനെ ദിയാനയുടെ വിശേഷങ്ങളിൽ നിന്ന് മാറി ഞങ്ങൾ പുറത്തേക്ക് കടന്നു. ഇത് ബലദിൽ മഹ്മലിൻ്റെ ഭാഗത്ത് മലയാളികൾ സ്വസ്ഥമായി ഇരിക്കാൻ വരുന്ന സ്ഥലമാണ്. ഈ കാണുന്നത് ഗസാസ് ബിൽഡിംഗ് ആണ്. ഗസാസ് ഫേമസ് ആയ ഒരു സ്പ്രേയുടെ കമ്പനിയാണ്. ഇത് മഹ്മൽ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് ആണ്. ഇതിലൂടെ തന്നെ നമ്മൾ പുറത്തിറങ്ങുക. ഇവിടെ വെള്ളച്ചാട്ടങ്ങളോ അതും ഇതൊക്കെ ആയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ക്യൂൻസ് ബിൽഡിങ്. ഈ ഭാഗത്തായിട്ട് നമ്മളെ സാപ്റ്റിക്കോ ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട് പുറത്ത്. ഇവിടെയൊക്കെ നല്ല സൈലൻ്റ് അന്തരീക്ഷമായി. മുൻപൊക്കെ ഭയങ്കര തിരക്കുള്ള ഏരിയ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി താജിൽ കയറി. ഭക്ഷണം ഓർഡർ ചെയ്ത് മന്തിയാണ് ഓർഡർ ചെയ്തത്. മന്തി ഓർഡർ ചെയ്ത ശേഷം ഉള്ള കുറച്ച് ഗ്യാപ്പിൽ എന്തൊക്കെ കച്ചറ കാണിക്കാൻ പറ്റും അതൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡൊന്നും കാണിച്ച് നിങ്ങളെ ഞാൻ കൊതിപ്പിക്കുന്നില്ല.
ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. റൂം ഏകദേശം അടുത്തൊക്കെ തന്നെയാണ്. പക്ഷേ സെയ്ൻ ഒരു അടി നടക്കില്ല എന്നുള്ള വാശി കാരണം ഞങ്ങൾ ടാക്സിക്ക് പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ബിൽഡിങ്ങുകളും ലൈറ്റുകളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ടാവും. ഇതൊക്കെ സൗദി അറേബ്യ കാണാത്ത ആളുകൾക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാത്തവർ എന്നോട് ക്ഷമിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.